അങ്ങനെ ഷിംജിത വീണ്ടും എത്തിയിരിക്കുകയാണ്. ഷിംജിതയെ നിങ്ങൾ മറന്നോ? അങ്ങനെ ഒരിക്കലും അവളെ മറക്കാൻ പാടില്ല. മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾ ആരാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. ബസ്സിലെ യാത്രക്കിടെ ദീപക് എന്ന വ്യക്തി തന്നെ മോശമായ രീതിയിൽ തൊട്ടു എന്നും പറഞ്ഞുകൊണ്ട് സൂം ചെയ്ത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ആ ഷിംജിത ഉണ്ടല്ലോ, പുള്ളിക്കാരെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഷിംജിത അവിടെ മരം പോലെ നിന്ന് എന്നെ വന്ന് മുട്ടിക്കുക എന്ന രീതിയിൽ ചെയ്ത വീഡിയോ ആണതെന്ന്. പക്ഷെ അവളുടെ ആ ഒരൊറ്റ വീഡിയോ കാരണം സംഭവിച്ച എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലേ? ആ ദീപക് എന്ന് പറയുന്ന വ്യക്തി ജീവനൊടുക്കി. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ ദീപകിന്റെ അതേ മരണത്തിൽ ഒരു തുള്ളി സങ്കടം പോലും തോന്നാതിരുന്ന അതേ ഷിംജിത അന്ന് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ മോങ്ങി കരിഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ലീഗൽ സിസ്റ്റം അല്ലേ. അവളിപ്പോ സുഖമായിട്ട് പുറത്തിറങ്ങി റീൽസും ചെയ്ത് നടക്കാണ്. അല്ല, അവൾ ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആവുന്നത് പോട്ടെ, പക്ഷെ സ്വയം ന്യായീകരിക്കുന്ന തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോസ് ആണ് അവൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത്. അതായത് അവളുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ മോട്ടിവേഷൻ പോലത്തെ വീഡിയോസ് ചെയ്തിട്ട് വീഡിയോന്റെ ഇടയിൽ കൂടെ സ്വയം പൊക്കി പറയുക. അങ്ങനെ മെല്ലെ മെല്ലെ അവളുടെ പേരുദോഷം മാറ്റിയെടുക്കുക. ഇതാണ് ഇപ്പൊ അവളുടെ മെയിൻ പരിപാടി. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഷിംജിതയോട് എനിക്ക് പറയാനുള്ളത്, നീ വിചാരിക്കുന്ന പോലെ ഉണ്ണാക്കന്മാരല്ല നമ്മൾ കേട്ടോ. നീ റീൽ ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്തോ, പക്ഷെ ഊക്കന് കിട്ടാൻ വേണ്ടി ഇമാതിരി വീഡിയോസ് ഒന്നും ഇടാൻ നിൽക്കല്ലേ. നമ്മൾ നിർത്തി പൊരിക്കും നിന്നെ. അതിൽ യാതൊരു ദയവും നീ പ്രതീക്ഷിക്കണ്ട. എന്തായാലും ഇവള് 2 ദിവസം മുമ്പേ ബ്രസീൽ തോറ്റ സമയത്ത് അവൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് കണ്ട് തന്നെ തുടങ്ങാം. ഇന്ന് ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. എന്ത് തോറ്റ ബ്രസീലിനെ ജയിച്ചിട്ട് പോകാൻ ഇപ്പൊ എന്തിനാണ് ഇത്ര ധൈര്യം വേണ്ടത്? അല്ല മോളെ, നീ ഒരാളെ കൊന്നിട്ട് ഒരു ശിക്ഷയും ലഭിക്കാതെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? അതിനും വലുതാണ് ഇതൊക്കെ. അല്ലെങ്കിൽ നിന്റെ ധൈര്യം അപാരമാണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. എന്തായാലും ഇവളുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരു കാര്യം ആലോചിച്ചത് നല്ല ആശ്വാസമുണ്ട്. കാരണം ഇപ്പൊ അവള് വീഡിയോ ഇട്ടേക്കുന്നത് ബൈക്കിൽ ഇരുന്നിട്ടാണ്. ഭാഗ്യത്തിന് ബസ്സിൽ വെച്ചോണ്ടല്ല. ഇപ്പൊ ആള് ബസ്സിൽ പോണ പരിപാടിയൊക്കെ നിർത്തിയെന്ന് തോന്നുന്നു. ഫുള്ളും ബൈക്കിലാണ് യാത്ര. എന്തായാലും നന്നായി അത്. കാരണം മറ്റുള്ളവർക്കും കൂടി സമാധാനത്തോടെ ബസ്സിൽ യാത്ര ചെയ്യാലോ, അതുകൊണ്ടാണ്. എന്തായാലും ഇവിടെ വലിയ സംഭവം പോലെ കുറെ കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതും കൂടി കണ്ടുവെക്കാം. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയം വേണം. ഒറ്റ കാര്യം, ഒരു 10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല. കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെയാണ്. ശരിയാണ് നീ പറഞ്ഞത്. സത്യത്തിനും ശരിക്കും ഒന്നും ഒരു വിലയുമില്ല. അങ്ങനെ സത്യവും ശരിയും ഒക്കെ നോക്കുകയാണെങ്കിൽ നീ ഒന്നിപ്പോ ഇങ്ങനെ ജയിൽ ശിക്ഷയും അനുഭവിക്കാതെ റീൽസും ഇട്ട് നടക്കൂലല്ലോ. എടി നാണമുണ്ടോടി നിനക്ക്? നീ ചെയ്തത് എന്താണെന്ന് എന്നെ കൊണ്ട് നീ വീണ്ടും വീണ്ടും പറയിപ്പിക്കല്ലേ മോളെ. നീ പണ്ട് ബസ്സിൽ വെച്ച് ചെയ്ത വീഡിയോ സ്ലോ മോഷനിലൊക്കെ നമ്മളിട്ട് കണ്ടതാണ്. എന്നിട്ട് അവള് നാണമില്ലാതെ വീണ്ടും വന്ന് പറയുവാണ്. നമ്മളൊക്കെ ഒരു അഭിപ്രായമില്ലാതെ മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് നടക്കുകയാണ് പോലും. കൂടുതൽ ആളുകൾ എന്താണ് പറയുന്നത് അതിന് പിന്നാലെ നമ്മൾ പോവുകയാണ് പോലും. പിന്നെന്താ പറഞ്ഞത്? 10 ആളുകൾ കൂടി ചേർന്ന് ഒരാൾ എതിർക്കുന്നുണ്ടെങ്കിൽ ആ 10 ആൾ പറഞ്ഞത് ശരിയാണെന്നല്ല അർത്ഥം നോക്കെ. ഇവിടെ ഈ ന്യായീകരിച്ച് എങ്ങോട്ടാ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്വയം വെള്ള പൂശാൻ നോക്കാണ്. ഇവള് പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവർ പറയുന്നതൊന്നും അല്ല ശരി, ഇവള് പറയുന്നതാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കണമായിരിക്കും. അതിന് വേണ്ടിയാണ് ഇവളിപ്പോ ഈ ബ്രസീലിനെ ജയിച്ചെന്ന് ധരിച്ച് ഇമാതിരി മോട്ടിവേഷൻ ആയിട്ട് വന്നേക്കുന്നത്. എന്റെ പട്ടി വിശ്വസിക്കും ഇവളെ. സോറി, പട്ടിക്ക് പോലും നിന്നെ വിശ്വസിക്കാൻ പറ്റൂല, അത് വേറെ കാര്യം. എന്തായാലും നീ ബാക്കിയോട് പറ. എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോ ഇത് ശരിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിന്റെ കൂടെ പോവാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. എന്നാൽ സത്യത്തിന്റെ ശരിയുടെ നീതിയുടെ ന്യായത്തിന്റെ കൂടെ ഒറ്റക്ക് നിൽക്കണമെങ്കിൽ അതിനൊരു ഹൃദയം തന്നെ വേണട്ടാ. അതോ ഹൃദയത്തിന് കാര്യം നീ പറയല്ലേ മോളെ. വീട്ടിലെ പ്രായമായ അച്ഛനെയും അമ്മയും നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ദീപക്കിനെ കൊലക്ക് കൊടുത്തപ്പോൾ നിന്റെ ഹൃദയം എവിടെ പോയതായിരുന്നു മോളെ? അന്ന് എന്തേ നിന്റെ ഹൃദയം ടൂറ് പോയതായിരുന്നു? നിന്റെ ന്യായത്തിന്റെ കഥ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോ അരമന്തുള്ളവന് മുഴുമന്തുള്ളവനെ കളിയാക്കുന്ന പോലെ ഉണ്ട്. തീരെ ഹൃദയമില്ലാത്ത നീയാണ് മറ്റുള്ളവരുടെ ഹൃദയത്തെ കുറിച്ച് കളിയാക്കുന്നത്. പിന്നെ മോളെ, നീ ഇടയ്ക്കിടെ ന്യായത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, വല്ലാണ്ട് അങ്ങ് ഡയലോഗ് അടിക്കല്ലേ. ഒരുത്തനെ കൊലക്ക് കൊടുത്തിട്ട് 2 ദിവസം മാത്രം ജയിലിൽ കയറി ഇറങ്ങിയിട്ട് പിന്നെ സുഖമായിട്ട് ജീവിക്കുന്നതല്ലേ നിന്റെ ഇവിടുത്തെ ന്യായം? അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വല്ലാണ്ട് ഡയലോഗ് അടിക്കണ്ട. എന്തായാലും നീ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. നിന്നെ പോലത്തെ ഒരു ഹൃദയം ആർക്കും കിട്ടരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം അവിടെ മറ്റുള്ളവർക്കും കൂടി ജീവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും അല്ലേ ഇവളുടെ ഡയലോഗ് അടിക്ക് ഒരു കുറവില്ല. അവള് വന്നേക്കുവാണ് ന്യായത്തിന്റെയും ഹൃദയത്തിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട്. നീ എന്തായാലും ബാക്കി പറഞ്ഞത് എപ്പോഴും വിത്ത് ബ്രസീൽ. ഞാൻ പോയി വരാം. ശരി. ബ്രസീൽ ഫാൻസെ, നിങ്ങളിത് കാണുന്നുണ്ടോ? ബ്രസീൽ ടീമുകാർക്ക് അങ്ങനെ തന്നെ വേണം. എന്തായാലും നിങ്ങൾ ബ്രസീൽ ഫാൻസിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഷിംജിത. ബ്രസീൽ ഫാൻസുകാർ ഇപ്പൊ മനസ്സിൽ പറയുന്നുണ്ടാകും, നിന്റെ അടുത്തൊക്കെ ഞാൻ എന്തോന്നും ഉണ്ടാക്കാൻ വന്നേക്കുന്നടി എന്ന ഡയലോഗ് ആയിരിക്കും അവരുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാവുക. എന്നാലും ബ്രസീലുകാർ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. ഒരുമാതിരി ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച പോലെ ആയിപ്പോയി. എന്തായാലും ആസെ അർജന്റീന ഫാൻ, ഞാൻ ഇത് വല്ലാതെ ആസ്വദിക്കുന്നു. അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ചിലർക്കൊക്കെ ഞാൻ ഇവിടെ ട്രോളുന്നത് ചിലപ്പോൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണില്ല. ഇവിടെ ന്യായീകരിച്ച് ചിലപ്പോൾ കുറെ കമന്റ് ബോക്സിൽ വരാനും സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണല്ലോ.
അമ്മയെ കൊന്നാൽ പോലും രണ്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അത്തരക്കാരോട് എനിക്ക് പറയേണ്ടത്, നിങ്ങൾ എന്റെ വീഡിയോ കാണണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരാളെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് വീഡിയോ ഇടുന്നവളോട് എനിക്ക് ദയ കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു മര്യാദകളുടെ ശിക്ഷ പോലും അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് അവളോട് സോഫ്റ്റ് കോർണർ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തീർന്നില്ല കേട്ടോ, ഇനിയും ഉണ്ട് അവളുടെ വീഡിയോസ്. അടുത്ത വീഡിയോ കണ്ടോക്കാം. ഞാനിപ്പോൾ എന്തൊരവസ്ഥയിലാണ് ഉള്ളതെന്ന് അറിയാം. ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് ഒരാളിപ്പോൾ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്, ഓക്കെ ആനക്ക് പറക്കാൻ കഴിയുന്നു, ഓക്കെ എന്ന് വെച്ച് അവർ പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് വയ്യ അവരെ കൺവിൻസ് ചെയ്യാൻ പോവാൻ. അത് ശരി. അപ്പൊ കൺവിൻസ് ചെയ്യാനില്ലെങ്കിൽ അപ്പൊ നീ വീഡിയോന്റെ ഇടയിൽ കൂടെ പറയുന്നത് എന്താണ് മോളെ? നേരിട്ട് വന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോയുടെ ഉള്ളിൽ കൂടെ നീ ഓരോന്ന് പറയുന്നു. പക്ഷെ എന്തൊക്കെയായിട്ടും അങ്ങോട്ട് മെനാക്കുന്നില്ലല്ലോ ഷിംജിത. കാര്യങ്ങളൊന്നും നീ അങ്ങോട്ട് വിചാരിച്ച പോലെ നടക്കുന്നില്ലല്ലോ. സാരില്ല, ഇങ്ങനെ നിർത്താതെ വീഡിയോ ചെയ്തോ. ലാസ്റ്റ് കുറെ ഊക്ക് കിട്ടുമ്പോ ഈ കൺവിൻസ് ചെയ്യാനുള്ള ത്വര അങ്ങോട്ട് മാറി കിട്ടിക്കോളൂ. എന്തായാലും നീ ബാക്കി കൂടി പറ. ഞാൻ പഠിച്ചൊരു വലിയ പാടുണ്ട്. നമ്മളെ ഒരാളെ തിരുത്താൻ പോകുന്നതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സമാധാനം. എന്തിനാ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? എല്ലാവരും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടൊന്നല്ല നമ്മളടുത്ത് ആർഗ്യുമെന്റ്സിന് വരുന്നത്. നമ്മളെ ട്രെയിൻ ആക്കണം. എന്തിനാ വെറുതെ നിന്ന് കൊടുക്കുന്നത്? നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ജസ്റ്റ് അൺബോതേർഡ്. ആഹാ, ഇവള് പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നും. അതാണല്ലോ ഇവളുടെ പണ്ടേയുള്ള സ്വഭാവം. അത് വേറെ കാര്യം. നീ അൺബോധയുടെ എന്ത് കുന്തമാണെങ്കിലും അയക്കോ. അല്ലെങ്കിൽ നിനക്ക് നല്ല പീസ്ഫുൾ ലൈഫ് തന്നെയാണല്ലോ മോളെ. നഷ്ടപ്പെട്ടവർക്ക് മാത്രമെല്ലാം നഷ്ടപ്പെട്ടു, അത്ര തന്നെ. എന്താണെന്നറിയില്ല, ഇവളുടെ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ തന്നെ എനിക്ക് ഇവള് സമൂഹത്തിന് നേരെ തിരിഞ്ഞ് കൊഞ്ഞനും കുത്തുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്, കളിയാക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും ഇവളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വൈറലാണ്. ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇവള് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവളെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടവർക്ക് നേരെ ആ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവള് വന്നിട്ടുണ്ടായിരുന്നു. ഇവൾക്കെതിരെ വീഡിയോ ചെയ്ത് രാഹുൽ നായർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇവള് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിനക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കുമെന്നൊക്കെയാണ് ഇവൾ രാഹുൽ നായരിനോട് പറയുന്നത്. അങ്ങനെ രാഹുൽ നായർ എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടി ചെയ്തു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഷിംജിത ചേച്ചി റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്, മെസ്സേജ് ഇട്ടുണ്ട്. നമുക്ക് ആ മെസ്സേജ് ഒന്ന് വായിക്കാം. ഹായ്, പ്ലീസ് ഡെലിറ്റ് ദി വീഡിയോ യു പോസ്റ്റഡ് അബൌട്ട് മീ. യു അപ്ലോഡഡ് ഇറ്റ് വിത്തൌട്ട് മൈ പെർമിഷൻ ആൻഡ് ഐ ഡോണ്ട് കൺസെന്റ് ടു. പ്ലീസ് റിമൂവ് it immediately. If you don't delete, you have to take a legal action. Thank you. ഓക്കെ, ആ ഷിംജിത് അയച്ച മെസ്സേജ് എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാവില്ല. വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കുമെന്നൊക്കെയാണ് ഷിംജിത് പറയുന്നത്. എന്താ ഇതിനൊക്കെ പറയല്ലേ? പബ്ലിക് ആയിട്ട വീഡിയോക്ക് പബ്ലിക് ആയി തന്നെ ഊക്ക് കിട്ടും ഷിംജിത. അതിന് ചുമ്മാ ഭീഷണി പെടുത്തിട്ടൊന്നും കാര്യമില്ല മോളെ. അത് ഇനി വില പോകാനും പോണില്ല. അതുകൊണ്ട് മോളെ ഷിംജിത, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് മര്യാദയ്ക്ക് ചിന്തിച്ചൊക്കെ വീഡിയോസ് ഇടുക. അല്ലെങ്കിൽ നിനക്ക് നല്ലോണം പണി കിട്ടും. പ്രത്യേകിച്ച് നിന്നെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അതിടുന്ന നീ നിർത്തിക്കോ. നീ എത്രത്തോളം നിന്നെ ന്യായീകരിക്കുന്നു അത്രത്തോളം നിനക്ക് ഊക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നീ ആരൊക്കെ ഭീഷണി പെടുത്തിട്ടും ഒരു കാര്യമില്ല. എല്ലാവരും ഷിംജിത നിനക്കെതിരെ ഇഷ്ടംപോലെ ആളുകൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാൻ എത്രയോ വീഡിയോസ് കണ്ടു കഴിഞ്ഞു. നീ അവർക്കെതിരെയൊക്കെ ലീഗൽ ആക്ഷൻ എടുക്കുമോ? നീ എത്ര ആളുകൾക്കെതിരെ വെച്ച് ലീഗൽ ആക്ഷൻ എടുക്കും? നീ എത്ര ആളുകളെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. എന്തായാലും നമുക്ക് രാഹുൽ നായരിന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോക്കാം. അല്ല, നിന്നെ 10 തെറി വിളിക്കാൻ നിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു നിന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞിക്കാൻ ഞാൻ. നീ ആര് പ്രൈം മിനിസ്റ്റർ, അതായത് ചീഫ് മിനിസ്റ്ററാ? നീ വിത്തൌട്ട് മൈ പെർമിഷൻ എന്നല്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ആ ബസ്സിൽ കയറി നിന്റെ മുലയിട്ട് മറ്റേ നെഞ്ചത്ത് വരച്ചിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്ത് ലോകമായ ആളുകളെല്ലാം കാണിച്ച് അയാളെ മരണത്തിലേക്ക് തെളിയിട്ടത് അയാളുടെ പെർമിഷൻ ചോദിച്ചിട്ടാണോ നീ ചെയ്തത്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഇതിനും പെർമിഷനും ചോദിക്കണം നിന്നെ 10 തെറി വിളിക്കാനും. അയാളുടെ ജീവന്റെ അത്രയും വലിയ വിലയൊന്നുമില്ല നിന്നെ 10 തെറി വിളിച്ച ഈ ഒരു കേസിൽ. നീ അയാളെ മരണത്തിന് കാരണമാക്കിയിട്ട് ആ ഒരു കേസിൽ നീ 6 മാസത്തിന് കഴിഞ്ഞ് നീ പുറത്തിറങ്ങി വിലസി നടക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ 10 തെറി വിളിച്ചതിന്റെ പേരിൽ ഞാൻ അകത്ത് പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ഞാൻ പോയി കിടക്കും. മനസ്സിലായില്ലേ? എന്തായാലും അയാളെ കൊന്നതിന്റെ അത്രയും വലിയ കേസൊന്നും അല്ല നിന്നെ 10 തെറി പറഞ്ഞുണ്ട്. പിന്നെ ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം പോലെ നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കേസ് ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു വിഷയത്തിൽ സന്തോഷത്തോടെ പോയി ഞാൻ അകത്ത് കിടക്കുകയും ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ കൊണ്ട് ഡെലിറ്റ് ആക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോ നിന്നെ ഒരു കാര്യത്തിൽ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ തൊലിക്കട്ടി, നിന്റെ മനക്കട്ടി, നിന്റെ ചങ്കൂറ്റം. മറ്റുള്ള സാമാന്യ ഒരാൾക്ക് എന്തായാലും കുറച്ച് നാളെങ്കിലും ആളുകളൊക്കെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. നിന്നെ കൊണ്ടൊക്കെ എങ്ങനെ സാധിക്കുന്നു? നീ ഒരു കില്ലാടി തന്നെ കേട്ടോ. എന്തായാലും എന്തായാലും ഇതിലിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇയാളെ തന്നെ നല്ലോണം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാനായിട്ട് എന്ത് പറയാനാണ്? ഇവള് ദീപക്കിനും വീഡിയോ എടുത്ത് നാറ്റിച്ചത് അയാളുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ റിയാക്ട് ചെയ്യേണ്ട സമയത്തും ഇവളെ പെർമിഷൻ വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഷിംജിത, ഞങ്ങൾ ആരും നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അനുവാദമില്ലാത്ത നിന്റെ വീഡിയോ പകർത്തി ഞങ്ങളുടെ ചാനൽ കാണിക്കുന്നല്ലോ ചെയ്യുന്നത്. നീ പബ്ലിക് ആയിട്ടൊരു വീഡിയോ അല്ല ഞങ്ങൾ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പബ്ലിക് ആയിടുന്ന വീഡിയോക്ക് പബ്ലിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകും. അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇടാൻ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. പിന്നെ നീ എന്ത് വിചാരിച്ച് ഷിംജിത മോളെ? നീ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ പഴയതൊക്കെ മറന്ന ആൾക്കാരെ നിന്നെ സ്വീകരിക്കും
പറ്റുമെന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? അല്ല, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവൾക്ക് ഇത്ര പ്രചോദനം കിട്ടിയത്. പക്ഷെ എല്ലാവരും ആ കണ്ണിൽ നീ കാണേണ്ട ചിംജിത മോളെ. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി വേണ്ടത് മാത്രം പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് നീ ചെയ്ത തെറ്റിന് സ്വയം ന്യായീകരിക്കാൻ നിന്നാലുണ്ടല്ലോ, ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. നീ ഇടുന്ന ഓരോ വീഡിയോയും നീ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ഇടുന്ന വീഡിയോസ് ആണെന്നുള്ളത് അത് കാണുന്ന ഏത് പൊട്ടനും മനസ്സിലാകും. ജയിലിൽ നിന്ന് നീ എങ്ങനെയെങ്കിലും നിന്റെ പിടിപാട് വെച്ച് നീ തടി ഊരിയിട്ടുണ്ടാകും. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ നിനക്ക് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല ചിംജിത. നീ അതിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കുറച്ചല്ല, നല്ലോണം ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് സ്വയം ന്യായീകരിക്കുന്ന പണിക്ക് നിൽക്കാത്തതാണ് നിനക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏർന്നിറങ്ങാൻ നിനക്ക് സമയം കാണില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുമുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.